ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയത് നാളത്തേക്ക് വാങ്ങിയതാണ്. നാളെ ബർഗർ ഉണ്ടല്ലോ, അപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് രാത്രിത്തേക്ക് എച്ചറി കറിയ ഒരു ഫ്രൈ പോലെ, അങ്ങനെ ഫ്രൈ അല്ല, കുറച്ച് ചാറാക്കിയിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ രീതിയിലുള്ള കാണിക്കുന്നത്. ചിക്കൻ ഇത്രയും എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ എടുത്തിട്ട്. ചിക്കനിലേക്ക് ഞാൻ എടുത്തിരുന്നത് ഉള്ളി, തക്കാളി, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയും, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറിവേപ്പില നമ്മുടെ കറിവേപ്പില ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നത് പറിച്ച് വെക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നത് നമ്മൾ തന്നെ പറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചത് പച്ചമണം മാറ്റാനാണ്. മഞ്ഞപ്പൊടി, അതിലേക്ക് വേണ്ടുന്ന ചിക്കനിലേക്ക് വേണ്ടുന്ന കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ചിക്കൻ ഇപ്പം രാത്രിക്കേക്ക് എടുത്ത് വെക്കുന്നത്, നാളത്തേക്കാണ് കുറേ വെക്കുന്നത്. കുറച്ച് ചിക്കനാണ് വെക്കുന്നത്. അതുകൊണ്ട് ചീൻചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു കുടുംബം പോലത്തെ ചീൻചട്ടി ഉണ്ട്. ഇതൊക്കെ നമുക്ക് എണ്ണ വെച്ചെടുക്കാം. കുറച്ച് മതി. നമുക്ക് ആദ്യം ചീൻചട്ടിയിലോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് കൊടുക്കാം. ഇത് നമുക്കിത് വഴറ്റി കൊടുക്കാം. വഴറ്റുക. മഴയായതുകൊണ്ട് കുറച്ച് കേൾക്കൂല, കേൾക്കല് കുറവായിരിക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നാലും വേഗം വഴറ്റി കിട്ടും, വാടിക്കിട്ടും വേഗം. നല്ല മണെല്ലാം വരുന്നുണ്ടോ? ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും എണ്ണയിൽ വാടുമ്പോൾ ആ നല്ലൊരു മണം, സൂപ്പറായിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. ഒരു തക്കാളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മസാലപ്പൊടി കുറച്ച് പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പകുതിയാണ് ഇട്ടത്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയിൽ ഇറക്കിയിട്ടൊന്ന് ഇവിടെ വെച്ചതായിരുന്നു. ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം മേടിച്ചെടുക്കാം. അപ്പം എന്നിട്ട് പിന്നെ കാണിച്ചു തരാം ബാക്കി എന്തെങ്കിലും ചെയ്യാം. നമ്മളെ ചിക്കനെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുമല്ല, എന്നാൽ പിന്നെ അധികം ചാറുവല്ലാതെ വിധത്തിൽ നല്ല ചിക്കൻ പെരട്ട് എന്നെല്ലാം പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതാ നമ്മളെ മല്ലിച്ചപ്പ്. ഇങ്ങനെ 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 ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യും.